മനോഹരമായ മറ്റൊരു പ്രഭാതത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. വണ്ടർ വേൾഡിന്റെ മനോഹരമായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് സമ്മാനിക്കുക കേവലം ബിസിനസ്സുകളും സ്ട്രാറ്റജികളും പഠിക്കുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ പുതിയ ജീവിതശൈലി നേടിയെടുക്കുവാൻ നമ്മളെ സഹായിക്കുന്നു എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകവേ അത് വിജയിക്കുന്നതായി തന്നെ കാണാൻ കഴിയുന്നു. ആദ്യമായാണ് ഈ ഒരു സെഷൻ പങ്കെടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാമറ ഓൺ ആക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒപ്പം നിങ്ങളുടെ മൈക്ക് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. അന്ധന്മാർ ആനയെ കണ്ടതുപോലെ എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? കഥാശകലങ്ങൾ ഒരുപാടുണ്ട്, എങ്കിലും ഒരെണ്ണത്തിന്റെ കുറച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ആരംഭിക്കാം. അന്ധന്മാരായിരിക്കുന്നവർ ആനയെ കാണാൻ പോകുന്നു. ഒരാൾ ആനയുടെ വാലിൽ പിടിച്ചു. മറ്റൊരാൾക്ക് പിടികിട്ടിയത് അതിന്റെ ചെവിയിലാണ്. വേറൊരാൾക്കാകട്ടെ അതിന്റെ കാലിലും. ആനയുടെ രൂപം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായ അഭിപ്രായമാണ് പറഞ്ഞത്. ചിലർ പറഞ്ഞു, വാലിൽ പിടിച്ചയാള് പറഞ്ഞു ആന മെലിഞ്ഞ് നീളത്തിലുള്ളതാണെന്ന്. മറ്റൊരാൾ പറഞ്ഞു കാലിൽ പിടിച്ചയാള് ഇത് തൂണ് പോലെ ഇരിക്കുന്ന എന്തോ ഒരു ജീവിയാണെന്ന്. ഒരാൾ ചെവിയിൽ പിടിച്ചിട്ട് പറഞ്ഞു ഇത് മുറം പോലെ ഇരിക്കുന്ന ഒരു ജീവിയാണെന്ന്. അങ്ങനെ ആനയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പിടിച്ചവരെല്ലാം ഓരോ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. വളരെ പ്രശസ്തമായ പല കഥകളും ഇതിന് പിന്നിലുണ്ട് കേട്ടോ. രാവിലെ സൂം മീറ്റിങ്ങിന് വന്നവരോട് ഞാനെന്തിനാണ് ആനയെക്കുറിച്ച് പറഞ്ഞത്? നമ്മുടെ വ്യത്യസ്ത തരമായിരിക്കുന്ന കാഴ്ചപ്പാടുകളിലൂടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ആ കാഴ്ചപ്പാടെല്ലാം ശരിയാകണമെന്നില്ല. നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളുടെയും സത്യത നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ കാണുന്നത് നമ്മുടെ കാഴ്ചപ്പാടിലൂടെ മാത്രമാണോ കാര്യങ്ങളെ? എങ്കിൽ അതിന് മാറ്റം വരിക തന്നെ വേണം. പ്രിയമുള്ളവരെ, ടെക്നോളജിക്കൽ മൈൻഡ് സെറ്റ് അഥവാ ടെക്നിക്കൽ മൈൻഡ് സെറ്റ് ആവശ്യമുള്ള ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതിന്റെ സത്യത നമുക്ക് നന്നായി അറിയാൻ തരും. എന്നാലും നമ്മൾ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിലൂടെ മാത്രമേ ഇതിനെ കാണാൻ ശ്രമിക്കുന്നുള്ളൂ. ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഓരോ ദിവസവും പത്രങ്ങളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ നമ്മൾ അറിഞ്ഞാലും നമ്മുടെ കാഴ്ചപ്പാടിലൂടെ മാത്രം കാര്യങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. അതിനെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ട്രഡീഷണലി ശീലിച്ചു വന്ന പാരമ്പര്യമായിട്ട് നമ്മൾ തുടർന്നു വന്ന പല കാര്യങ്ങളും ഒരുപാട് മാറി തുടങ്ങി എന്നത് മനസ്സിലാക്കണമെങ്കിൽ ആ സമയത്ത് പോയി ഒന്ന് നോക്കണം. അതായത് ആ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കണം. ചില ആളുകൾ പറഞ്ഞിട്ടില്ലേ, ഒരു 200 വർഷം മുമ്പുള്ള ഫുഡ് നമ്മൾ കഴിച്ചാൽ നമുക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ 200 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്നത്തെ ഒരു ആഹാരം കഴിച്ചാൽ ആ നിമിഷം അയാൾ മരിച്ചു വീഴും. അത്രത്തോളം വിഷാംശമുണ്ട് ആഹാരത്തിൽ. ഹലോ, നമ്മുടെ രീതികൾ മാറിയതിനെ പിന്നിൽ നിന്ന് നോക്കിയാലേ നമ്മൾ എത്രത്തോളം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായെന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. 80കളിൽ വാട്സപ്പ് ഇല്ല. ഒരുപക്ഷെ ആ സമയത്ത് ഇറങ്ങിയ ചില ചലച്ചിത്രങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വന്ദനം പോലുള്ള സിനിമകൾ. ഇന്നത്തെ കുട്ടികൾ കാണുമ്പോൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതായത്? അവരുടെ മൊബൈൽ ഫോൺ എന്നെടുത്ത് വിളിച്ചാൽ പോരായിരുന്നോ? അന്ന് മൊബൈൽ ഫോൺ ഇല്ല എന്ന സത്യത ആ കുട്ടികൾക്ക് അറിയില്ല. ആ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് ഇത്രയും മുന്നോട്ട് വന്നിരിക്കുന്നു. പല കാലഘട്ടത്തെയും ഉൾക്കൊള്ളുവാനും അതിന്റെ കൾച്ചർ മനസ്സിലാക്കുവാനും പല ചലച്ചിത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പഴയ സിനിമകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഈ കാലഘട്ടം എത്രത്തോളം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്ന്. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ടെക്നോളജി എന്ന് പറയുന്ന കാര്യത്തെ ഒഴിച്ചുകൂട്ടാനാവാത്ത ഒന്നാണ്. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പല USPകളെ കുറിച്ച് കേൾക്കുന്നു, അല്ലെ? യൂണിക് സെല്ലിംഗ് പോയിന്റിനെ കുറിച്ച് കുറേ ദിവസങ്ങളായി. എന്ന് വന്നപ്പോഴത്തേക്കും പുതിയൊരു ടോപ്പിക്, അല്ലെ? ടെക്നിക്കൽ മൈൻഡ് സെറ്റ് നമ്മൾ ഇന്നാണ് കേട്ടൊരു ടോപ്പിക്കാണ്. അതിനകത്തും USP ഉണ്ടോ? ഇതിപ്പോ വന്ന് USB ഏതാ USP ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയല്ലേ? USP എല്ലാത്തിനുമുണ്ട്.
ഓരോ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിലാകട്ടെ, നമ്മുടെ ജീവിതശൈലിയിലാകട്ടെ, ലോകത്തിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, പ്രൊഡക്റ്റിലാകട്ടെ എല്ലാ കാര്യങ്ങളിലും യുഎസ്പി ഉണ്ട്. എന്തിന്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇല്ലേ? എനിക്കില്ലേ? നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ് ഈ യൂണിക് സെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോഴാണ് അത് നമ്മുടെ വ്യക്തിപരമാകുന്നത്. ഓരോ കമ്പനികളും അവരുടെ പ്രൊഡക്റ്റും സർവീസുകളും ഒക്കെ ഇതുപോലെ ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ അത് അവരുടെ യുഎസ്പി ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ ടെക്നിക്കൽ മൈൻഡ് സെറ്റിന് എങ്ങനെയാണ് യുഎസ്പി ഉണ്ടാകുക? ഇനി ഒരു ടെക്നിക്കൽ മൈൻഡ് സെറ്റ് എന്താണ്? അതിന്റെ യുഎസ്പി എന്താണ്? ഇതാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഒരു ടെക്നിക്കൽ മൈൻഡ് സെറ്റ് ആവശ്യമായിരിക്കുന്നതിന്റെ കാരണം നമ്മുടെ മുമ്പിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു ടെക്നോളജിക്കൽ മൈൻഡ് സെറ്റിൽ നമ്മൾ കൃത്യമായി ഒരു പ്രോബ്ലം സോൾവിങ് നടക്കണം. ഒരു പ്രശ്ന പരിഹാരം അവിടെ സംഭവിക്കണം. ഇനി അതുപോലെ അവിടെ കൃത്യമായ രീതിയിൽ ഒരു ലോജിക്കൽ റീസണിങ്, ഒരു ലോജിക്കൽ കാരണം അവിടെ ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് അതൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ആയിരിക്കണം. ഓൺലൈനിൽ ചില മെസ്സേജ് കേട്ടിട്ടില്ലേ? ഒന്നും മനസ്സിലായില്ല, എന്നാലും എല്ലാം അറിയാവുന്ന പോലെ ഇരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്നോളൂ. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. ടെക്നിക്കൽ മൈൻഡ് സെറ്റിൽ കൃത്യമായി നമ്മൾക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, മറ്റുള്ള എല്ലാ മാധ്യമങ്ങളും ഒക്കെ ചേർന്ന ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട് ഇന്ന് എല്ലായിടത്തും. നമുക്ക് ഇവിടെ നമ്മുടേതായ ഒരു സ്പേസും കിട്ടിയിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ഓരോ ടെക്നോളജികളുണ്ട്. ഈ ടെക്നോളജികൾ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വരണം. ഹലോ? നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കാണാൻ കഴിയണം. ഇന്ന് ഈ നടക്കുന്ന മീറ്റിംഗ് പോലും ഒരു പ്രോബ്ലം സോൾവിംഗ് ആണ്. സുധീർ സാറിനും സജി മാമിനും സൈനൽ സാറിനും എനിക്കുമൊക്കെ ഒരുമിച്ച് ഈ രാവിലെ കാണാൻ കഴിയുന്നു. നമ്മൾ ഒന്നിച്ചിരുന്ന് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. പണ്ട് ഇത് സാധ്യമായിരുന്നോ? നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നോ? ഒരു 10 വർഷം പുറകോട്ട് പോയാൽ മതി. 10 വർഷം മുമ്പ് നമ്മൾ ആദ്യം ചിന്തിക്കുക, ഇവിടെ 6 മണിക്ക് എത്തണമെങ്കിൽ ഞാൻ ഏത് ബസ്സിന് കയറണം എന്ന് ചിന്തിക്കും. എവിടെയാണ്? അതായത് എവിടെയാണോ വെന്യൂ അവിടെ എത്തിച്ചേരാൻ ഞാൻ ഈ 6:15 എത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? അതിനെക്കുറിച്ചേ ചിന്തിച്ചിരുന്നുള്ളൂ. അന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഏതാ? ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒന്നിച്ച് ഒരു ക്യാമറയിൽ ഇരുന്ന് കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിലോ? അപ്പം നമ്മൾ അതിന് പല ന്യായീകരണങ്ങൾ നടത്തും. ഓ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ടെക്നോളജി ഒക്കെ അത്രയ്ക്ക് വരുവോ? കൈവെള്ളയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്ന കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കൈവെള്ളയിൽ. നമ്മളുടെ ആക്ഷനുകൾ, ഗസ്റ്റേഴ്സ് എന്ന് പറയും. ആംഗ്യങ്ങൾ. അതുപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന പുതിയ റോബോട്ടിക് യുഗത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മള് ഈ പറയുന്ന 6:15 ബസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക പഴയതുപോലെ. ഈ വലിയ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലം സോൾവിംഗ് അവിടെ സ്റ്റാർട്ടായി. ഇനി നമുക്കറിയാം വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. പഴയ കാലത്ത് എസ് എന്ന സാധനം അല്ലേ? സ്മോൾ മെസ്സേജിംഗ് സർവീസസ് എന്നറിയപ്പെട്ടിരുന്ന SMS അയച്ച് ശീലിച്ച ആളുകളാണ് നമ്മളിൽ പലരും. ഇന്ന് അതേ സ്ഥാനത്ത് അതേ ആറ്റിറ്റ്യൂഡോടുകൂടി അല്ലെങ്കിൽ അതേ ലോജിക്കൽ രീതിയോടുകൂടി നമ്മൾ ഈ ഒരു സർവീസസിനെ ഉപയോഗിക്കുക എന്തിനാണ്? നമ്മളുടെ ഡോക്യുമെന്റുകൾ അയക്കാം, ചിത്രങ്ങൾ അയക്കാം, മൂവിംഗ് ഫയലുകൾ അയക്കാം. എന്തിന്? നമുക്ക് നേരിട്ട് കാണുവാൻ പോലും കഴിയുന്നു. ഇത് അതിന്റെ മാറ്റമാണ്. അതായത് ഇവിടെയെല്ലാം വലിയൊരു പ്രശ്നം സോൾവ് ചെയ്താണ് ഈ ടെക്നോളജികൾ പോകുന്നത്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ലോജിക്കൽ റീസണിംഗ് ആണ്. നമ്മുടെ ഇതിനെല്ലാം ഓരോ കാരണങ്ങളുണ്ടല്ലേ? കാര്യകാരണങ്ങൾ പൂർണ്ണമാക്കുന്ന രീതിയിലാണ് ഇതെല്ലാം സംഭവിക്കുക. അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം. അത് കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ആണ്. ടെക്നിക്കൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാവുന്ന ഒന്ന്. നമ്മൾ ഓരോ ദിവസവും ഇതുപോലുള്ള വിഷയങ്ങൾക്ക് പഠന വിധേയമായെങ്കിൽ മാത്രമേ മുന്നോട്ട് അതിജീവിക്കാൻ കഴിയുള്ളൂ. am I right? ഓരോ ദിവസവും ടെക്നോളജിയിൽ നമ്മൾ കാണുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് അഥവാ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഓരോ തവണയും വാട്സപ്പിൽ ചില മെസ്സേജുകൾ വാട്സപ്പ് ഇപ്പോൾ അയക്കുന്നുണ്ട്. എന്താണ്? ഹായ് ഡിയർ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് വിളിച്ചിട്ട് പറയും, ഞങ്ങൾ ചില അപ്ഡേറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളൊന്ന് നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തോളാൻ പറയും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ? ഇനി ആ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ പുതിയതായിട്ട് കിട്ടി എന്താന്ന് നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ? അപ്പോൾ പുതിയൊരു കാര്യം പഠിക്കുകയാണ്. ഇങ്ങനെ ഏതൊക്കെ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതിലെല്ലാം ഇത്തരത്തിലൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ടെക്നോളജി എന്താണെന്ന് പഠിപ്പിക്കാൻ വന്നതല്ല കേട്ടോ. നമ്മൾ ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമാണോ, ആണെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയാൻ കഴിയുള്ളൂ.
നമ്മൾ ഇന്ന് ചെയ്യുന്ന ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ടെക്നോളജി പരമായ ഈ ഒരു മൈൻഡ് സെറ്റ് ഇന്ന് നമുക്കില്ലാത്തതിന്റെ പല പ്രശ്നങ്ങളും പല ആളുകളെയും ബാധിക്കുന്നുണ്ട്. പല ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവർ ട്രഡീഷണലി ശീലിച്ചു വന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു. ഒരു ഉദാഹരണം, നമ്മൾ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ സോഫ്റ്റ് കോപ്പിയാണോ ഹാർഡ് കോപ്പിയാണോ ഉപയോഗിക്കുന്നത്? അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ബിസിനസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്, ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറയുന്നു. എന്നിട്ട് ഇതിന്റെ നോട്ടീസ് അടിക്കാൻ നമ്മൾ ഓടുകയാണ്. ഹലോ, ഒരു ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും ഒരുപക്ഷെ അതറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നേരിട്ട് ഫീൽ ചെയ്ത്, അതായത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ബുക്കുകളാകട്ടെ നോട്ടീസുകളാകട്ടെ ഇതെല്ലാം ഹാർഡ് കോപ്പികളാണ്. സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ PDF ഫയലുകളോ എക്സൽ ഷീറ്റുകളോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഫോണിലോ ടാബിലോ ലാപ്പിലോ മാത്രം ഓപ്പൺ ആക്കാൻ കഴിയുന്ന ഫയലുകളെയാണ് സോഫ്റ്റ് കോപ്പി എന്ന് പറയുക. ഈ സോഫ്റ്റ് കോപ്പി ഒരെണ്ണം മതി 1000 പേരെ കാണിക്കാൻ. ഹാർഡ് കോപ്പി 1000 കോപ്പി പ്രിന്റ് ചെയ്താൽ രൂപ എത്ര ചെലവ് വരും? അത് നമ്മൾ ഫിസിക്കലി കൊണ്ടെത്തിക്കാൻ കഴിയുള്ളൂ. ഇത് ഒരു വലിയ പ്രോബ്ലം സോൾവിംഗ് അല്ലേ? കണ്ണൂരുള്ള ഒരാൾക്ക് കോട്ടയത്ത് നിന്ന് ഒരു കാര്യം അയച്ചു കൊടുക്കണമെങ്കിൽ, ഫിസിക്കലി അയാൾ അത് എത്തിക്കണമെങ്കിൽ അതിന് വരുന്ന വലിയൊരു പ്രോബ്ലത്തെയാണ് ഇന്ന് സോഫ്റ്റ് കോപ്പിയിലൂടെ സോൾവ് ചെയ്തിരിക്കുന്നത്. Am I right? എന്നാൽ ഇത് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? ഞങ്ങൾക്ക് സാറേ കോപ്പി വേണം, ഞങ്ങൾക്ക് അതിന്റെ ബുക്ക് കിട്ടണം, ബ്രോഷർ കിട്ടണം, എന്നാലേ ഇതങ്ങോട്ട് പോകുള്ളൂ. നമ്മൾ മാറി ചിന്തിക്കുന്നില്ല. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഡിജിറ്റൽ യുഗത്തിലാണ്, ഞങ്ങൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്, ഡിജിറ്റൽ സർവീസ് ആണ് ചെയ്യുന്നത്. എന്ത് ഡിജിറ്റൽ സർവീസ്? ഈ ടെക്നിക്കൽ മൈൻഡ് സെറ്റിലുള്ള ഒരു പോയിന്റ് ഇതാണ്. നമ്മളെ ഡിജിറ്റലി ശരിക്കും നമ്മൾ മാറിയിട്ടുണ്ടോ? അതോ നമ്മളിപ്പോഴും പഴയ രീതി അവലംബിക്കുകയാണോ? ഒരുപക്ഷെ സജി മാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്ലാൻ പറയുവാനായിട്ട് ടാബ് ഉപയോഗിക്കുന്നു. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണിന്റെ 4 വില പോലും ടാബിനില്ല. പക്ഷെ എങ്കിലും അതിന്റെ കോപ്പി വേണം, എന്നാലേ നമുക്ക് പ്ലാൻ പറയാൻ പറ്റുള്ളൂ. ഒരു ബിസിനസ് പറയുന്നതിന് നിങ്ങൾ ഇതുപോലെയുള്ള ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മൊബൈൽ ഫോണിലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ നിങ്ങളെ എങ്ങനെ വിലയിരുത്തും എന്ന് ചിന്തിക്കുക. അയാൾ നിങ്ങളെ എങ്ങനെ വിലയിരുത്തും എന്ന് ചിന്തിക്കുക. ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് നമ്മൾ വിധേയമാകാതെ എങ്ങനെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ്, ഡിജിറ്റൽ സർവീസ് ഭാവിയിലേക്ക് വലിയ ന്യൂ എറ ഓഫ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊണ്ടു കൊടുക്കാൻ കഴിയും? അപ്പോ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ്, ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് വരുത്തി തീർക്കാൻ കഴിയണം. ഇനി 2, നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുവാൻ ടെക്നോളജിയിൽ ഇന്ന് കൃത്യമായ രീതിയിൽ നമുക്കൊരു പോർട്ടൽ ഓപ്പൺ ആണ്. എങ്ങനെയാണ്? നമ്മുടെ ഏത് അഭിപ്രായവും നമ്മുടെ കൂടെയുള്ളവരെ കാണിക്കുവാൻ നമുക്ക് കഴിയും. അതായത് നമ്മുടെ വാട്സപ്പിലെ അപ്ഡേറ്റുകൾ അഥവാ സ്റ്റാറ്റസ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മുടെ ഏത് കാര്യവും ഒരാളോട് പറയാം. അവിടെ ആരും ബ്ലോക്ക് ചെയ്ത് വെക്കില്ല. നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കാണാൻ കഴിയാതെയുള്ളൂ. ബാക്കി നമ്മുടെ വാട്സപ്പിൽ എത്രയോ ആൾക്കാരുണ്ടോ അത്രയും ആളുകളെ നമുക്ക് സ്റ്റാറ്റസിലൂടെ നമുക്ക് പല കാര്യങ്ങളും പരിചയപ്പെടുത്താൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ബിസിനസിനെ പരിചയപ്പെടുത്താൻ വാട്സപ്പിലെ സ്റ്റാറ്റസ് വെക്കുവാനുള്ള പോസ്റ്ററുകൾ ഉൾപ്പെടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ എത്ര പേർ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്? ഇതിന് പൈസ ചെലവില്ല. നമ്മുടെ ഫോണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ചെറിയ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണെങ്കിൽ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് മെസ്സേജുകളോടെ എഴുതി ടൈപ്പ് ചെയ്തിട്ട് അത് ഡിസൈൻ ചെയ്യാം. പല കളറുകൾ ചെയ്യാം, പല ഫോണ്ടിൽ ചെയ്യാം. ഇനി പോസ്റ്റേഴ്സുകൾ നമ്മൾക്കറിയാം, നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ ഇത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്ററുകൾ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ പോസ്റ്റർ, നിങ്ങൾക്ക് അത് ഓൺലൈൻ വെച്ചുകൂടെ? അല്ല, അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരും ജോയിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് വെക്കാൻ പാടില്ല. അങ്ങനെയുണ്ടോ? ഹലോ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഇത് കണ്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പല ആളുകളുടെയും പ്രത്യേകത നിങ്ങൾക്കും അറിയാം. ഫേസ്ബുക്കിലൊക്കെ പല ആളുകളും പല ആവർത്തി കയറി ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ലിങ്ക് കണ്ടാൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്തോ ഒരു വിഷമമാണത്. ഏതെങ്കിലും ഒരു ലിങ്ക് കണ്ടാൽ അതിന് ക്ലിക്ക് ചെയ്യണം. ചിലപ്പോൾ അത് വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ സാരമില്ല, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. എന്നിട്ട് അവിടെ കയറിയിരിക്കും. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അതിന്റെ പിന്നിലുണ്ട്. അത് പിന്നീട് ഒരിക്കൽ കേൾക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ലിങ്ക് കണ്ടാൽ ക്ലിക്ക് ചെയ്യാനുള്ള മലയാളി മൈൻഡ് സെറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ തന്നെ ഈ മീറ്റിംഗിൽ ആൾ കൂടും. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെ വൈകുന്നേരം നമുക്ക് BOP ഉണ്ടായിരുന്നു. ഇന്ന് മോർണിംഗ് പ്രോഗ്രാം ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ആക്കാൻ കഴിയില്ലേ? ആ മെസ്സേജ് ഉൾപ്പെടെ ആ പോസ്റ്റർ നിങ്ങൾ വെറുതെ ഇട്ട് കഴിഞ്ഞാലും
നിങ്ങളുടെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആരെങ്കിലും എന്താ നടക്കുന്നത് അറിയാലോ. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രോബ്ലം സോൾവിംഗ് ആയിരിക്കാം ഇന്നത്തെ മീറ്റിംഗ്. ഡിജിറ്റൽ മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തിക്ക് ടെക്നിക്കൽ മൈൻഡ് സെറ്റ് വളർത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ രാവിലത്തെ ഈ 5 മിനിറ്റ് കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ വീണ്ടും ഇത് ശ്രദ്ധിക്കാനിടയാവും. വാട്സപ്പിൽ കാണുന്ന പോട്ടെ, യൂട്യൂബിൽ കാണുന്ന ഒരു വീഡിയോ നിങ്ങൾ മുന്നോട്ട് കാണണമെന്ന് തീരുമാനിക്കുന്നത് ആദ്യത്തെ 3 മുതൽ 5 സെക്കൻഡ് ആണ്. Am I right? ഷോർട്സ് വീഡിയോകൾ പോലും നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ആദ്യത്തെ 3 സെക്കൻഡിൽ നിങ്ങളെ ഹുക്ക് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ആ മുഴുവൻ വീഡിയോ കണ്ടിട്ടേ അത് മാറ്റുള്ളൂ. എന്നതുപോലെ നമ്മുടെ ഈ മീറ്റിംഗ്, പ്രത്യേകിച്ച് നമ്മുടെ BOP അല്ലെങ്കിൽ ഇതുപോലുള്ള മീറ്റിങ്ങുകൾ ഒരാൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കയറേണ്ട വന്നാൽ അയാൾക്ക് കേൾക്കുമ്പോൾ അതൊരു പ്രോബ്ലം സോൾവിംഗ് ആയി, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ അയാൾ ഈ ബിസിനസ് ഏറ്റെടുക്കും. ഇതിന് ടെക്നിക്കൽ മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ഓൺലൈനിലൂടെ ഇത്തരം സ്ട്രാറ്റജികൾ എനിക്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന തിരിച്ചറിവും അത് ഉപയോഗിക്കാനുള്ള ആ മൈൻഡ് സെറ്റിനാണ് ടെക്നിക്കൽ മൈൻഡ് സെറ്റ് എന്ന് പറയുക. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇത് ആരും പഠിപ്പിക്കണ്ട, ആരും പറഞ്ഞു തരണ്ട, നമ്മളാണ് തീരുമാനിക്കുക. ഒരു ഉദാഹരണം, വലിയ ഒരു മാർക്കറ്റിൽ അവിടെ ഒരേ കടലിൽ നിന്നും ഒരേ ബോട്ടിൽ പിടിച്ചുകൊണ്ടുവന്ന മീൻ 3 or 4 പേര് ഒരുമിച്ച് വിൽക്കുന്നു. അതിൽ പലരും പല സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നുണ്ടാകാം. ചിലർ വില കൂട്ടി വിൽക്കുന്നു, ചിലർ വില കുറച്ച് വിൽക്കുന്നു. എന്താ, വില കൂട്ടി വിൽക്കുന്നയാൾക്കും വില കുറച്ച് വിൽക്കുന്നയാൾക്കും ഒരേ ബോട്ടിൽ നിന്ന് വന്ന മീനിന് പ്രത്യേകത വല്ലതും ഉണ്ടോ? മാറ്റങ്ങൾ വല്ലതും ഉണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന ആ സ്ട്രാറ്റജിയിൽ പല കാറ്റഗറൈസ്ഡ് കസ്റ്റമറും ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് അത് വിൽക്കുക. ഇവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടാവും കേട്ടോ. കാരണം അവർക്ക് ഒരുമിച്ച് ഇവർ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ ടോട്ടൽ റേറ്റ് അനുസരിച്ച് കൃത്യമായ പ്ലാൻ ഉണ്ടാവും. കാരണം ചില കാറ്റഗറി കസ്റ്റമേഴ്സിന് മീനിന്റെ വില കൂടിയേ പറ്റുള്ളൂ. ഈ മീനിന്റെ വില കൂടിയ മീൻ മാത്രം മേടിക്കുന്ന ആളുകളുടെ പ്രശ്നം എന്താണ്? അതായത് വില കുറഞ്ഞ മീൻ എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അവര് വില കൂടിയ മീൻ മേടിക്കാനായിട്ട് പോകുന്നു. ഇനി വേറെ കുറച്ച് ആൾക്കാർ വരും, അത്രയും വില കൂടിയത് വേണ്ട, അതിനേക്കാൾ വില കുറച്ചത് ഇവിടെ കിട്ടും. ഇത് അവരുടെ കാഴ്ചപ്പാടാണ്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരേ കടലിൽ ഒരുമിച്ച് ഓടി നടന്ന മീനുകളാണ്. ഒരേ ബോട്ടിൽ ഒരേപോലെ കൊണ്ടിറക്കിയവരാണ്. ഇവരൊക്കെ തന്നെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ കസ്റ്റമറിന്റെ മുമ്പിലേക്ക് ഇത് ഷോക്കേസ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതിൽ പല കാറ്റഗറിയിലേക്ക് മാറുന്നു. ഇവിടെ ചോയ്സസ് എന്നൊരു കാര്യം വരുന്നത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഇത് തിരഞ്ഞെടുക്കുക. പ്രിയമുള്ളവരെ, ഇതൊരു ട്രഡീഷണൽ ഷോക്കേസിംഗിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതേ കാര്യം നമ്മളുടെ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നു. ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് പോലുള്ള സംവിധാനങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഷോക്കേസ് ചെയ്യപ്പെടുകയാണ് അല്ലെ. നിങ്ങളിടുന്ന പോസ്റ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതിയിടുന്നതിനിടെ താഴെ വന്ന് നെഗറ്റീവ് കമന്റുകളും പോസിറ്റീവ് കമന്റുകളും ഇടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 2 കാറ്റഗറി കസ്റ്റമറിനെ പോലെ തന്നെയാണ്. ചിലർക്ക് ആ മെസ്സേജ് ഇഷ്ടപ്പെടുന്നു, ചിലർ അതിനെക്കുറിച്ച് നെഗറ്റീവായി സംസാരിക്കുന്നു. നെഗറ്റീവായി സംസാരിച്ചാലും പോസിറ്റീവായി സംസാരിച്ചാലും നമ്മൾ അവിടെ ഷോക്കേസ് ചെയ്യപ്പെട്ടത് ഒരേ സോഴ്സ് ആണ്. നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ലിങ്കുകൾ ഒരുപക്ഷെ ഇട്ടാൽ ആദ്യം ചില ആളുകൾ ചോദിക്കുന്നത് എന്തായിരിക്കും? ഈ പരിപാടി നിനക്ക് നിർത്താറായില്ലേ? 2025 എത്തിയിട്ടും പല കാര്യങ്ങൾ അനുഭവിച്ചിട്ടും ഇപ്പോഴും നിർത്താറായില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എന്താണ്? അളിയ പുതിയ ഉടായ്പ പരിപാടി തുടങ്ങിയോ? ഇതൊക്കെ നെഗറ്റീവായി വരുന്നു. പക്ഷെ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ഒരാൾക്ക് ഡിജിറ്റൽ ടെക്നിക്കൽ മൈൻഡ് സെറ്റ് വേണ്ട ഒരാളാണെന്ന് ചിന്തിക്കുക. ഇത്തരത്തിൽ ഇന്ന് സ്റ്റാറ്റസ് കണ്ടിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ ഒരാൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ, അതായത് നമ്മൾ ഇപ്പോൾ ഇതുവരെ സംസാരിച്ച ഇൻഫർമേഷൻ അയാളുടെ എന്തെങ്കിലും പുതിയൊരു ആശയം കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും അയക്കുക? ഓക്കെ, മീറ്റിംഗ് വാസ് നൈസ്, അല്ലെങ്കിൽ ഗുഡ് ഇൻഫർമേഷൻ. ഇനി അയാൾ അത് അയക്കുക പോലും ഇല്ലായിരിക്കാം. അയാളുടെ മനസ്സിലേക്ക് ഹുക്ക് ചെയ്യാൻ നമ്മളൊരു കാരണമായെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിച്ച സോഴ്സ് എന്ന് പറയുന്നത് ടെക്നിക്കൽ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ആയി ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു വലിയ കാര്യം അവിടെ സംഭവിക്കും. എന്താണ് അത്? ബിസിനസ്സിലെ ലിവറേജിംഗ് ആണ്. ഒരുപക്ഷെ നമ്മൾ ഈ ഒരു മീറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ഫിസിക്കലി ഉള്ള BOPകളിലോ ഓഫ്ലൈൻ പ്രോഗ്രാമിലോ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ഒരു വാക്കും ലിവറേജിംഗ് ആണ്. ബിവറേജിംഗ് അല്ല കേട്ടോ, ലിവറേജിംഗ്. ലിവറേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിലെ ലീഡ് കൂടുക അല്ലെങ്കിൽ ലീഡ് ജനറേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിലെ ആളുകൾ കൂടുതൽ ഇനി ഏറ്റെടുക്കണം. നമ്മൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യണം, വേണ്ടേ? ഒരു പക്ഷേ നമ്മൾ ഈ ടെക്നിക്കൽ
സിസ്റ്റം ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു വാട്സാപ്പിൽ ഇടുന്ന സ്റ്റാറ്റസ് മുഖേന മറ്റ് ചില ആളുകൾ അതിനെ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് പല കഴിവുകളും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ വ്യത്യസ്തതരമായ യുഎസ്പി ഉള്ളവരാണ്. ഒരാൾക്ക് പാട്ട് പാടാൻ കഴിയും. ഒരാൾക്ക് ബിസിനസിനെ നന്നായിട്ട് എഴുതി തയ്യാറാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരാൾക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ കഴിയും. നമ്മുടെ ബിജു സാറൊക്കെ ഇല്ലേ? ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുണ്ട്. നിങ്ങൾ ഇതിനെ എന്തുകൊണ്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഡിജിറ്റലി ഇതിനെ മാറ്റുന്നില്ല? അതിന് ടെക്നിക്കൽ മൈൻഡ് സെറ്റ് ആവശ്യമാണ്. ഈ ടെക്നിക്കൽ മൈൻഡ് സെറ്റ് അതായത് ടെക്കി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴേ എന്റെ ബിസിനസിനെ ഇങ്ങനെയും എനിക്ക് അവതരിപ്പിക്കാമെന്ന് ചിന്തിക്കുകയുള്ളൂ. ഒരു കാലത്ത് ഈ ക്യാമ്പയിൻ പ്രോഗ്രാമുകൾ സിനിമാ പാട്ടിന്റെ രൂപത്തിൽ പാരഡി ഗാനങ്ങൾ തയ്യാറാക്കി അതിലൂടെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇലക്ഷൻ പ്രചാരണമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. നമ്മൾ പണ്ടെപ്പോഴോ കേട്ട പാട്ടായിരിക്കാം. പക്ഷെ അതിലെ വരികൾ ശ്രദ്ധിക്കുമ്പോഴാണ് അത് ആ സ്ഥലത്തിന്റെ പേരും പഞ്ചായത്തിന്റെ പേരും അവിടെ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരും ഒക്കെ ആയിരിക്കും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിലല്ല ഇല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ ക്യാമ്പയിനുകൾ നമ്മൾ അത് കേൾക്കാറുണ്ട്. പാട്ട് പാടാൻ കഴിവുള്ളവർ പാടിയപ്പോൾ അത് ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറി. ഇത് വൈറലാകുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്ന രീതി വ്യത്യസ്തമാക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ഒരു സമൂഹം നമ്മളിവിടെ എന്നും ഉണ്ടാവും. ഞാൻ അത്രയൊന്നും അധികം കേറി പറയുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും മിനിമമായി ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങളുടെ ഈ മെസ്സേജുകൾ സ്റ്റാറ്റസ് ആയും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഓരോ മീറ്റിങ്ങുകളുടെയും പോസ്റ്ററുകൾ ബിഒപി ആയിക്കോട്ടെ ഇതുപോലുള്ള മോർണിംഗ് സെഷൻ ആകട്ടെ നിങ്ങൾ ഒന്ന് സ്റ്റാറ്റസ് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കുക. പുതിയ 2 പേരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് ചിന്തിക്കുക. 2 പേരെ മിനിമം. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമ്മൾ ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങളെ ഇന്ന് ആളുകൾ ഏറ്റെടുക്കണമെങ്കിൽ ചില ആളുകളുടെ പ്രശ്നം മീറ്റിംഗിനൊന്നും വരാൻ കഴിയില്ല. ചില ആളുകളുടെ പ്രശ്നം എന്താണ്? ചേട്ടാ പൈസ ഇപ്പൊ ഇല്ല കേട്ടോ. നിങ്ങൾ ഇട്ടോ. ഞാൻ വരാം. പൈസ ഇപ്പൊ ഇല്ല. നിങ്ങൾ ഇട്ടോ. നമ്മൾ ഇടാൻ വേണ്ടിയല്ല. നമ്മൾ ഇടുന്ന പൈസയ്ക്ക് നമുക്കാണ് വില. അവരുടെ ബിസിനസിനെ അവർ ഏറ്റെടുക്കണമെങ്കിൽ അവരിതിനെ ഉൾക്കൊള്ളാനും അവർക്ക് ഇതിന്റെ പിന്നിൽ ഒരു എന്താ പറയാ ഒരു നമുക്ക് നഷ്ടബോധമില്ലാതെ ഏതെങ്കിലും കാര്യം നേടാൻ കഴിയുമോ? അവരുടെ കയ്യിൽ നിന്നും ഈ പണം അവരെന്തിനാണോ മാറ്റിവെക്കേണ്ടത് അത് മാറ്റിവെക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ അത് ഏറ്റെടുക്കാൻ അവർക്ക് കഴിയുള്ളൂ. അതിന് പകരം നമ്മൾ ചെന്ന് ആരെ സഹായിക്കാൻ നിൽക്കണ്ട. എന്നാൽ ഇതൊന്നും ടെക്നിക്കൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് ആവശ്യമില്ല. കാരണം ബിസിനസ് ഏറ്റെടുക്കുവാൻ ആവശ്യമുള്ളവർ, അതിന് താല്പര്യങ്ങൾ ഏറ്റെടുക്കുവാൻ ആവശ്യമുള്ളവർ ഇത്തരം ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഫോണിൽ വളരെ കൃത്യമായിട്ട് വാട്സപ്പിന്റെ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുക എന്താണ്? ഒരു സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് കണ്ടു എന്നറിയാൻ ഓരോ 5 മിനിറ്റിൽ ഇടവിട്ട് നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ സമയം കളയാനല്ല ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ ഷോക്കേസിംഗ് കൃത്യമാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരാളെങ്കിലും നിങ്ങളോട് ചോദിക്കും. എന്താണ് ഈ പ്രോഗ്രാം? നീ ഇപ്പൊ ഈ ചെയ്യുന്ന പ്രോജക്റ്റിന്റെ പേരെന്താണ്? ഒരാളെങ്കിലും ചോദിക്കില്ലേ? നെഗറ്റീവുകാരെ വിടൂ. കാരണം നെഗറ്റീവുകാരുടെ പ്രശ്നം നെഗറ്റീവാണ്. അത് അവര് പറയുള്ളൂ. ഒരാൾ പറഞ്ഞിട്ടില്ലേ, സാറേ എനിക്ക് വിമർശിക്കാൻ മാത്രമേ അറിയുള്ളൂ. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവര് വിമർശിച്ചോട്ടെ. നമ്മൾ കൊടുക്കുന്ന കാര്യത്തെ ഒരാളെങ്കിലും ഏറ്റെടുക്കാൻ ഒരുപക്ഷെ കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കുന്നവര് വാട്സപ്പിന്റെ സ്റ്റാറ്റസുകൾ ഉപയോഗിച്ചുകൊണ്ട് ബോട്ടിക് സെന്റർ നടത്തി. ചിന്തിച്ചു നോക്കുക. അതായത് തുണിത്തരങ്ങൾ നമ്മുടെ ചുരിദാർ പോലുള്ള മെറ്റീരിയലുകൾ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ ഏതാണ്ട് ട്രെയിൻ പോലെ 10ഓ 20ഓ പോസ്റ്റേഴ്സുകൾ പടപടപടാന്ന് ഇട്ട് വെക്കും. ഈ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്ത് താഴേക്ക് വരുന്നതിനിടയ്ക്ക് ഒരു പിക്ചറിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ തുണികൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ല. നമുക്കറിയാം അല്ലേ? അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഇത് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു കളർ കോമ്പിനേഷൻ പ്ലസ് ഡിസൈൻ അവരുടെ കണ്ണിൽ ഉടക്കും. അതിനുടനെ റിപ്ലൈ ചെയ്യും. ഇത് എടോ എനിക്ക് വാങ്ങിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മോളെ ഇതിന്റെ പ്രൈസ് എത്രയാണ്? 30,000 രൂപ വരെ കോവിഡിന്റെ കാലത്ത് ഈ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഇട്ട് പൈസ ഉണ്ടാക്കിയ ആളെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അന്ന് വെളിയിലിറങ്ങാൻ പൈസ നമുക്ക് ജോലിക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പോലും മാസ്ക് വെച്ചാൽ പോലും പറ്റാത്ത സമയം നമ്മൾ കടന്നുപോയതാണ് നമുക്കറിയാം. ആ സമയത്ത് ഓൺലൈനിലൂടെ ഈ ചുരിദാറിന്റെ ബിസിനസ് സ്റ്റാറ്റസ് മാത്രം കൊടുത്തുകൊണ്ട് 30,000 രൂപ വരെ ഉണ്ടാക്കിയിരുന്നു. ഇന്ന് ആ വ്യക്തിക്ക് ചെങ്ങന്നൂര് ഷോപ്പുണ്ട്. ഹലോ. എന്ത് ബിസിനസ് ചെയ്യണം എന്നറിയാതെ പലരും തകർന്നടിഞ്ഞ സമയത്ത് അവർ ഓൺലൈനിലെ ഈ ഷോക്കേസിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് സ്വന്തമായിട്ടൊരു ഷോപ്പ് വന്നു. ഇപ്പോഴും അതേ ഡെലിവറി സിസ്റ്റം അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഷോപ്പിന്റെ ഫ്രണ്ടിൽ അവര് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ വാട്സപ്പിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ലിങ്കുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒരിക്കലും നമ്മളെ ചതിക്കില്ല വേണ്ട രീതിക്ക് ഉപയോഗിച്ചാൽ.
ഇത് കൃത്യമായി മനസ്സിലാക്കി ചിലര് പറയും, "സാറേ എനിക്ക് ഈ ഫോണിനകത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്കിതൊന്നും ആരും പഠിപ്പിച്ചു തരാനില്ല സാറേ. അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല സാറേ." ഇതെല്ലാം അറിയാം സാറേ. നമുക്കിതെല്ലാം അറിയാം. നമ്മൾ മെനക്കെടുന്നില്ല അതാണ് കാര്യം. നമുക്കിതറിയണം എന്നുണ്ടെങ്കില് വെറുതെ ഈ ഒരു കാര്യത്തെ ഒന്നും വേണ്ട. ഒരു ഫോണിന്റെ സ്റ്റാറ്റസ് ഇടാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ കേറി നിങ്ങൾ എത്രയോ വീഡിയോകൾ ദിവസവും കാണുന്നു. ആ യൂട്യൂബിന്റെ വീഡിയോയിൽ വെറുതെ ഒന്ന് എഴുതി കൊടുത്താൽ മതി. വാട്സാപ്പ് സ്റ്റാറ്റസ് ട്യൂട്ടോറിയൽ എന്ന് കൊടുത്താൽ മതി. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുറേ വ്ലോഗേഴ്സ് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കറിയാത്ത ഏതൊരു വിഷയവും യൂട്യൂബിൽ പ്ലസ് ട്യൂട്ടോറിയൽ അതായത് ആ വിഷയം പ്ലസ് ട്യൂട്ടോറിയൽ എന്ന് കൊടുത്താൽ നമുക്കത് കിട്ടിയിരിക്കും. കോവിഡിന്റെ സമയം ഞാൻ വീണ്ടും എടുത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ വീഡിയോ കണ്ടന്റുകൾ ആളുകൾ ഉണ്ടാക്കുകയും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാറി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്ന ഒരു സമയം കൂടിയാണത്. ഓരോ വ്യക്തികൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഇപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഉള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹം വന്നത് ഈ കോവിഡിന്റെ സമയത്താണ്. ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് കരുതി ചിക്കൻ കറി എന്നൊരു പേര് കൊടുത്തപ്പോൾ 100 കണക്കിന് ചിക്കൻ കറികളുടെ വീഡിയോകളാണ് വരുന്നത്. അത് 30 സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കാം, 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം, അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാം. നമ്മൾ ഇതിലൊരു ചോയ്സിലേക്ക് വരികയാണ്. ഒരു ഓൺലൈനില് നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അത് കണ്ടെത്തി തയ്യാറാക്കുവാനുള്ള അനേക വീഡിയോകൾ കിടപ്പുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന ടെക്നിക്കലി ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല. അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഇതൊക്കെ വാട്സാപ്പിൽ ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ബിസിനസ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ചെയ്യാൻ പറ്റും. ഹലോ. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാറേ പഴയ ബ്രോഷർ വന്നിട്ടില്ല. ഞങ്ങളുടെ നോട്ടീസ് കിട്ടിയാലേ ഞങ്ങളുടെ ബിസിനസ് പോകും. നമ്മൾ മാറേണ്ട സമയമായി. പ്രിയ സുഹൃത്തുക്കളെ ഇത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും. ടെക്നിക്കൽ മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞ ട്രഡീഷണൽ മൈൻഡ് സെറ്റിൽ തന്നെ പോയി വിജയിക്കുവാനാണ് നോക്കിയിരിക്കുന്നത്. ഇവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നതോ ഞങ്ങൾ ഡിജിറ്റൽ എഐയുടെ കാലഘട്ടത്തിലാണ് നിങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ബിസിനസ്സിനകത്ത് എഐ ഉണ്ട്. എഐ അതിനകത്തുണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും വേണം. വേണ്ടേ? നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് കൺവേ ആകുമ്പോഴാണ് അവർ ഇതിനെ ഏറ്റെടുക്കുക. നമ്മുടെ ബിസിനസ്സിൽ വരുന്ന ഇത്തരം ആശയങ്ങൾ ഓരോന്നും കൃത്യമായി മനസ്സിലാക്കിയാൽ ടെക്നിക്കൽ മൈൻഡ് സെറ്റ് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയാവുന്ന ഒന്നും മാത്രമാണ്. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ₹1 പോലും മുടക്കാതെ നമുക്ക് നമ്മുടെ ടെക്നിക്കൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഓരോ കാര്യങ്ങളെയും കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓരോരുത്തരും വേണമെങ്കിൽ ഇന്നിപ്പം ഈ അല്ലെ 2 ദിവസത്തിനുള്ളിൽ ഈ മാസം തീരുന്നു. നിങ്ങൾ ഇതിനെ ഒന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസം ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് തരിക. അത് നിങ്ങളുടെ ടീമിനോടൊപ്പം നിങ്ങൾ അതൊരു കോൺടെസ്റ്റ് ആക്കുക. നിങ്ങളുടെ ടീമിലുള്ളവരോട് പറയുക, അതെ നമ്മുടെ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലയർ നിങ്ങൾ ഇന്നേ ദിവസം രാവിലെ മുതൽ ഇത്ര നേരം വെക്കുക. എത്ര പേര് കാണുന്നു അതിനൊരു കണക്ക് വെക്കുക. അങ്ങനെ കണക്കിൽ ഇത്ര പേര് 100 പേരിൽ മേൽ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു അപ്രീസിയേഷൻ കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് പൈസയൊന്നും വേണ്ട. വേണോ? ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന കുട്ടിയോട് പറയാം, ദേ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് ഇത്ര പേര് കണ്ടതിനൊരു ഫോട്ടോ വെച്ചിട്ട് ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കുക. അത് നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യപ്പെടുമ്പോൾ അതായത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പാണ് ട്ടോ. ലീഡേഴ്സ് ആയിരിക്കുന്ന ഓരോരുത്തരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആ ഗ്രൂപ്പുകളിൽ ആ ഫോട്ടോ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അതൊരു അച്ചീവ്മെന്റ് അല്ലേ ശരിക്കും? അല്ലാതെ പൈസ കിട്ടുന്നതും റാങ്ക് കിട്ടുന്നതും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അച്ചീവ്മെന്റ്. ക്ലിന്റ് സാംസ്കാരിക വേദിയിൽ ഞാൻ അല്പം പടം വരയ്ക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. ക്ലിന്റ് സാംസ്കാരിക വേദിയില് എനിക്ക് ഒരു കോമ്പറ്റീഷന് ഞാൻ പോയി. ഇപ്പൊ അല്ല കേട്ടോ. 10, 20 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. 20ഉം അല്ല 30 വർഷം മുമ്പ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ക്ലിന്റ് സാംസ്കാരിക ഫസ്റ്റ് ടൈം ഞാൻ ക്ലിന്റ് ആരാന്ന് കേൾക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അനേക ചിത്രങ്ങൾ വരച്ച് വളരെ പ്രശസ്തി നേടിയ ഒരു കൊച്ചുകുട്ടിയാണ്. അത് കഴിഞ്ഞപ്പോ അത് മരിച്ചുപോയി. ഈ ക്ലിന്റ് എന്ന് പറയുന്ന കുട്ടിയുടെ പേരിൽ ചില സംഘടനകളുണ്ട്. അതിനെക്കുറിച്ച് ഞാനന്ന് കേട്ടറിഞ്ഞപ്പോ ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നി. ഞാൻ ആ പടം വരയ്ക്കാൻ പോയി. ആ പടം വരച്ച് എനിക്കതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഭയങ്കരമായ സന്തോഷം. ഓഹ്! ക്ലിന്റിന്റെ പേരിൽ കിട്ടുന്ന ഒരു സമ്മാനം വാങ്ങിക്കാനായിട്ട് ഞാൻ സ്റ്റേജിൽ കേറുന്നു. അന്നത്തെ രാഷ്ട്രീയ ആചാര്യന്മാരൊക്കെ ആ സ്റ്റേജിലുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി കേറി ചെന്ന് നോക്കിയപ്പോ എന്റെ ചെറുവിരലിനേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരു ട്രോഫി എന്റെ കയ്യിലേക്ക് കൊണ്ടുതരികയാണ്. ഇതിന്റെ അടപ്പ് എവിടാന്ന് ഞാൻ കാണുന്നില്ല. കാരണം അടപ്പ് ഇളകിപ്പോയതാണോന്ന് അറിയില്ല. ഏതായാലും കിട്ടി. ഇത്രയും വലിപ്പമുള്ളൂ കേട്ടോ. ക്ലിന്റ് സാംസ്കാരിക വേദിയുടെ പേരില് ഞാൻ കളിയാക്കി പറഞ്ഞതല്ല. ക്ലിന്റ് സാംസ്കാരിക വേദിയിൽ നിന്നും എനിക്ക് കിട്ടിയ ഈ സമ്മാനത്തിന്റെ വില എങ്ങനെയാണ് ഞാൻ നിശ്ചയിക്കേണ്ടത്? ഈ വലിപ്പം വെച്ചിട്ടാണോ? അല്ല. അതിന്റെ വലുപ്പത്തിനപ്പുറം ഒരുപക്ഷെ ട്രോഫിയുടെ വിലയ്ക്കും അപ്പുറം
വിലമതിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ വിലമതിക്കപ്പെടാൻ കഴിയാത്തത്ര അളവിൽ അതിന്റെ അത്രയും വലിയൊരു വില അതിനുണ്ട്. ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടത്. കാരണം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു ട്രോഫിയായിരുന്നു അത്. പ്രിയമുള്ളവരെ, നമ്മുടെ അച്ചീവ്മെന്റുകൾ എന്ന് പറയുന്നത് അതിന്റെ വലിപ്പമോ പണമോ നോക്കിയിട്ടല്ല. നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലെ? നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളല്ല. അല്ലാതെ നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ കൂടെ വന്ന ആളുകളെ, നിങ്ങളുടെ സപ്പോർട്ടേഴ്സിനെ ഒരുക്കിയിരിക്കുന്ന ചെറിയ ഗ്രൂപ്പുകളിൽ ഇതുപോലുള്ള ചെറിയ കോൺടെസ്റ്റുകൾ വെച്ചുകൂടെ? ഇങ്ങനെ ഒരു ഫ്ലയർ വെച്ചാൽ നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 100 പേരാകുമ്പോൾ ആ 100 പേരാകുന്ന ഒരാളുടെ ഒരു അച്ചീവ്മെന്റ് ഫ്ലയർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അവർക്ക് ആ ഒരു എക്സൈറ്റ്മെന്റും ഒരു വാല്യൂ ക്രിയേഷനും ഫീൽ ചെയ്താൽ അവർ നാളെയും ഈ പോസ്റ്റർ വെക്കും. കാരണം അവിടെ ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള പലരും അതിനെ ഏറ്റെടുക്കാൻ തയ്യാറാവും. നിങ്ങൾ ഇത് വെച്ചാൽ മതി. നിങ്ങൾ ഇത് വെക്കുന്നതോടെ ഇങ്ങനെ ചെറിയ ചെറിയ കോൺടെസ്റ്റുകൾ ഇടുക. നടക്കില്ലേ? ഈ സിസ്റ്റം നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്താൽ തന്നെ ഇതൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചിന്തിക്കുക, നാളെ നിങ്ങളുടെ താഴെ 100 കണക്കിന് ഗ്രൂപ്പുകൾ വരും. ഈ ഗ്രൂപ്പുകളിലെല്ലാം ഇതുപോലൊരു ആശയം ഡെവലപ്പ് ചെയ്ത് അതിനകത്തൊരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് ആണ് വളരുന്നത്. 10 പൈസ ഇതിന് മുടക്കിലുണ്ടോ? ഇത്തരം സ്ട്രാറ്റജികൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അടുത്ത മാസം മാർച്ചാണ്. മാർച്ചിൽ ഇതുപോലുള്ള ഐഡിയകൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. ഇനി അതുപോലുള്ള ഒരുപാട് ഐഡിയകൾ നമുക്ക് ഓഫ്ലൈൻ BOPയിലും അല്ലാതെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് ഒരു ടെക്നിക്കൽ മൈൻഡ് സെറ്റിന്റെ ഒരു USP ആണ് ഇപ്പൊ നമ്മൾ കേട്ടത്. എന്താണ് USP? നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റി ബെറ്റർ ആവുന്നു. ടെക്നിക്കൽ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ USP ആണല്ലോ നമ്മൾ കേൾക്കേണ്ട വിഷയം അല്ലേ? അതാണ് ഇപ്പം വിഷയം ഏതാണ്, തുടങ്ങിയത് എന്താണെന്ന് അറിയാതിരിക്കണ്ട. കാരണം ഈ വിഷയം അങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്. ഒരു ടെക്നിക്കൽ മൈൻഡ് സെറ്റിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് എന്തായിരുന്നു? അതൊരു പ്രോബ്ലം സോൾവർ ആയിരിക്കണം. 2 അതിനൊരു ലോജിക്കൽ റീസണിംഗ് ഉണ്ടായിരിക്കണം. 3 അതൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ആയിരിക്കണം. ഈ 3 കാര്യം ചേരുമ്പോഴാണ് ഈ ടെക്നിക്കൽ മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുക. ടെക്നിക്കൽ മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഒരുപാട് കാടുകയറി ചിന്തിക്കേണ്ട. കാരണം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ചിന്തകളും രീതികളും ഒക്കെ വ്യത്യസ്തമാണ്. പതിയെ പതിയെ കയറി വരാൻ കഴിയുള്ളൂ. എന്നാൽ ഇപ്പൊ പറഞ്ഞ ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരെയും കൊണ്ടും ഓരോ നമ്മുടെ മീറ്റിങ്ങുകളും, മോർണിംഗ് മീറ്റിംഗ് ആയിക്കോട്ടെ, നമ്മുടെ ഈ BOPകളായിക്കോട്ടെ, ഇതിന്റെ പോസ്റ്റർ പ്ലസ് അതിന്റെ എഴുത്തുകളും ലിങ്കും കൂടി നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യുക. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആൾ കൂടും. നിങ്ങളുടെ ബിസിനസ്സിൽ ആൾ കൂടും. നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്ന ആളുകൾ കൂടും. നിങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ 4, 5, 6 പേരോ ഉള്ളെങ്കിൽ അത് ഈ പറയുന്ന മാർച്ചിൽ 25, 30, 100ലേക്കും കുതിക്കപ്പെടും. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് അറിഞ്ഞവരുടെ ആശയങ്ങളാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരാം. USP ഓഫ് ടെക്നിക്കൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ആശയം ഈ ഒരു ക്ലാസ്സോട് കൂടി തീരുന്നതല്ല. ഇതൊരു തുടർച്ചയാണ്. ഇതൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ആയിരിക്കും. ടെക്നിക്കൽ മൈൻഡ് സെറ്റിനെ കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങളും അതുപോലെ പുതിയ ആശയങ്ങളും പുതിയ സ്ട്രാറ്റജികളും എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് വരും നാളുകളിൽ നമുക്ക് കേൾക്കാം. തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഓൾ.